നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതും ഉപേന്ദ്രയുടെ ഒരു വെറൈറ്റി സിനിമയാണ്. ഒട്ടുമിക്ക സിനിമയിൽ ഉപേന്ദ്ര ഈ ഒരു സെയിം ഗെറ്റപ്പാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ ഉപേന്ദ്ര ഒരു വെറൈറ്റി ഗെറ്റപ്പിൽ വന്നു. ഈ ഒരു സിനിമയുടെ പേര് ഗോഡ് ഫാദർ എന്ന. സിനിമ തുടങ്ങുമ്പോൾ തന്നെ വീൽ ചെയറിലിരിക്കുന്ന വളരെ റിച്ചായ ഒരു ഡാഡി ഉപേന്ദ്രയെ കാണിക്കുന്നു. പിന്നീട് മകന്റെ ഉണ്ടോ. അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് ഡാഡി ഉപേന്ദ്രയെ കാണാൻ മകൻ വരുന്നു. നീ എവിടെയായിരുന്നടാന്ന് ചോദിച്ചപ്പോ മകൻ ഉപേന്ദ്ര പറഞ്ഞു, ഞാനൊരു വൈബിങ് മാനാണ്, എനിക്ക് കുടിക്കണം, ട്രിപ്പ് പോകണം, വായി നോക്കാനും പോണമെന്ന്. ഞാൻ എന്തിനാണ് പണിക്ക് പോകുന്നത്? പൈസയൊക്കെ അൺലിമിറ്റഡ് അല്ലേ? നിങ്ങളെങ്ങാനും തട്ടിപ്പോയാൽ പൈസയൊക്കെ എനിക്ക് കിട്ടില്ലേ? ഡാഡി ഉപേന്ദ്ര ചിന്തിക്കും, ഇവനൊരു വെടക്ക് ചെറുക്കനാണ്, തന്തയേക്കാൾ മോശമെന്ന്. പെട്ടെന്ന് മകൻ ഉപേന്ദ്ര പറയും, ഡാഡി സിഗരറ്റ് വലി നിർത്തിയാൽ ഞാൻ എല്ലാം നിർത്താമെന്ന്. അപ്പോൾ ഡാഡിക്ക് മനസ്സിലാവും ഇവൻ വളരെ നല്ലവനാണ്. അങ്ങനെ ഡാഡി സിഗരറ്റ് വലി നിർത്തി. അപ്പോൾ ഉപേന്ദ്ര പറഞ്ഞു, ഡാഡി പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം. ഡാഡി പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട ഗ്രാമം ദത്തെടുത്തു. അവിടെ സ്കൂൾ, ഇലക്ട്രിസിറ്റി, ഇതിന്റെ എല്ലാം പണികൾ നടക്കുന്നു. നീ പോയി എല്ലാം നന്നായി നടക്കുന്നുണ്ടോ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. പിന്നീട് നായികയുടെ എൻട്രി. ഇവിടേക്ക് നായികയും വരുന്നു. സ്റ്റഡീസിന്റെ ഭാഗമായി ചില സർവേ എടുക്കാൻ വേണ്ടിയാണ് നായിക വരുന്നത്. അങ്ങനെ സ്ഥലത്തെത്തി. പക്ഷെ അവിടെ താമസിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപേന്ദ്രയെ കാണും. ഇതിന്റെ എല്ലാം ഓണർ ഉപേന്ദ്രയുടെ ഫാമിലിയാണ്. അങ്ങനെ ഉപേന്ദ്രയെ വളയ്ക്കാൻ നോക്കുന്നു. പിന്നീട് ഒരു ഡാൻസ്. അങ്ങനെ റൂം കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരെ എല്ലാം ഓടിക്കാൻ ഇവരുടെ കയ്യിൽ ഒരു സിറിഞ്ചുണ്ട്. അത് കുത്തിക്കഴിഞ്ഞാൽ ബോഡി മൊത്തം ചൊറിയും. അങ്ങനെ എല്ലാരെയും കുത്തി. പക്ഷെ ഉപേന്ദ്രയെ കുത്താൻ പറ്റുന്നില്ല. അങ്ങനെ നായിക പുതിയൊരു പ്ലാൻ ഉണ്ടാക്കി. നായിക പറഞ്ഞു, ഞാൻ വളരെ മോശമാണ്, ഇതുപോലെ ഡെയിലി പല പല ആളുകളുടെ അടുത്ത് പോകുമെന്ന്. വീട്ടിൽ വളരെ ദരിദ്രമാണ്, ഇതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. എന്തോ ഭയത്തിന് ഉപേന്ദ്ര എണീറ്റ് പോയി. രാവിലെ ഉപേന്ദ്ര വന്നു. ഈ സ്റ്റോറി എല്ലാം കേട്ട് ഉപേന്ദ്ര വളരെ ഇമോഷണലായി. ഉപേന്ദ്ര പറഞ്ഞു, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാം, ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, നാളെ തന്നെ കഴിക്കാം. ഉപേന്ദ്രയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, അവളെല്ലാം വളരെ മോശമാണ്, എന്തിനാണ് ഇവളെ കല്യാണം കഴിക്കുന്നത്? പക്ഷെ ഉപേന്ദ്രയ്ക്ക് ട്രൂ ലവ് ആയിരുന്നു. അങ്ങനെ വെള്ള ഷർട്ടെല്ലാം ഇട്ട് ഉപേന്ദ്ര രാവിലെ തന്നെ വന്നു. പക്ഷെ പെണ്ണ് വന്നില്ല. പെട്ടെന്ന് പറ്റിച്ചെന്ന് പറഞ്ഞു അവർ ടാറ്റ പറഞ്ഞു പോകുന്നു. ഉപേന്ദ്ര വളരെ ഇമോഷണലായി. നായികയും സാഡാവുന്നുണ്ട്. പെട്ടെന്ന് ഉപേന്ദ്രയുടെ ഡാഡിയെ കാണിക്കുന്നു. ഒരു ലേഡി വരും. ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു ഡാഡിയെ കൊണ്ട് ടെറസിൽ പോയി. ചാവടാന്ന് പറഞ്ഞ് തള്ളി താഴെ. പെട്ടെന്ന് ഡാഡി ഞെട്ടി എണീറ്റു. അതൊരു സ്വപ്നമായിരുന്നു. മകന്റെ അടുത്ത് പോയപ്പോൾ മകൻ വളരെ സാഡായിരിക്കും. നടന്നതെല്ലാം ഡാഡിയോട് പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് മകന്റെ എൻഗേജ്മെന്റ് ആണ്. എല്ലാം ഡാഡി സെറ്റാക്കി. ഒരു ദിവസം രാത്രി ഡാഡി ഒന്ന് ക്യാമറ നോക്കിയപ്പോൾ ATM-ൽ നിന്ന് ഉപേന്ദ്ര 1,00,000 രൂപയോളം എടുത്തു. അങ്ങനെ ഉപേന്ദ്രയെ വിളിച്ചു. ഉപേന്ദ്ര പറഞ്ഞു, ഞാൻ ATM-ലേ പോയിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ഉപേന്ദ്ര കുടിച്ചു പറ്റാവും. അങ്ങനെ നേരെ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയി. ഇങ്ങനെ കുടിച്ചു പറ്റായി വന്നു എന്റെ മോളെ കാണണ്ടായെന്ന് പെണ്ണിന്റെ ഡാഡി പറഞ്ഞു. പോണ കളവാന്ന് പറഞ്ഞു ഉപേന്ദ്ര ഡാഡിയെ തല്ലാൻ പോയി. അങ്ങനെ പെണ്ണിന്റെ വീട്ടുകാരുമായി ഒരു ഫൈറ്റ്. ഇത്രയും വടക്കായ ഒരുത്തനുമായി ഇനി കല്യാണമേ വേണ്ട പെണ്ണിന്റെ ഡാഡി പറഞ്ഞു. പിന്നീട് ഉപേന്ദ്രയുടെ ഡാഡിയെ കാണിക്കുന്നു. ഉപേന്ദ്ര പറയും, ഞാൻ അങ്ങനെ പോയിട്ടില്ല, എനിക്കൊന്നും ഓർമ്മയില്ല, ആരെയും ഞാൻ തല്ലിയിട്ടില്ല, ചിലപ്പോൾ കുടിച്ചു പറ്റായി ബോധമില്ലാതെ ചെയ്തായിരിക്കും. നായികയോട് സോറി പറയാൻ ഡാഡി ഉപേന്ദ്രയോട് പറഞ്ഞു. അങ്ങനെ ഉപേന്ദ്ര സോറി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഉപേന്ദ്ര നായികയെ കാണാൻ വീട്ടിൽ വന്നു. പക്ഷെ നായിക അവിടെ ഇല്ല. നായികയുടെ ഫ്രണ്ടാണ് ഉള്ളത്. പെട്ടെന്ന് ഉപേന്ദ്ര ഫ്രണ്ടിനെ ഉപദ്രവിക്കാൻ നോക്കും. പെട്ടെന്ന് നായിക കയറി വന്നു. പിന്നീട് കാണിക്കുന്നത് ഡാഡി ഉപേന്ദ്രയെ റൗണ്ട് ചെയ്ത് ചാട്ടവാറിനടിക്കുന്നു. നീ വളരെ മോശം, തന്തയേക്കാൾ മോശം, തന്തയുടെ തന്തയേക്കാൾ മോശം എന്നെല്ലാം പറഞ്ഞ് അടിക്കുകയാണ്. പിന്നീട് ഡാഡി നേരെ മെന്റൽ ഹോസ്പിറ്റലിൽ പോകുന്നു. അവനെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരണം, സീക്രട്ടായി ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നെല്ലാം ഡോക്ടറോട് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നു, അവൻ ഓൾറെഡി ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഉപേന്ദ്രയുടെ ഡാഡി ഇമോഷണൽ ആവും. ഉപേന്ദ്ര ഇപ്പോഴും പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അന്ന് രാത്രിയായി. ഉപേന്ദ്ര ഇങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് ഉപേന്ദ്ര എണീക്കുന്നു. അടുക്കളയിൽ പോയി ഒരു കത്തിയെടുക്കുന്നു. ശേഷം ഡാഡിയുടെ റൂമിലേക്ക് പോകുന്നു. ഡാഡിയെ കുത്താൻ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് കാര്യസ്ഥൻ വന്നു തടുത്തു. അപ്പോൾ ഉപേന്ദ്ര കാര്യസ്ഥനെ കുത്തി. ശബ്ദം കേട്ട് ഡാഡി അടക്കം എല്ലാവരും വന്നു. കാര്യസ്ഥൻ പറഞ്ഞു ഉപേന്ദ്രയാണ് കുത്തിയത്. അങ്ങനെ കാര്യസ്ഥനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡാഡി ഉപേന്ദ്രയുടെ റൂമിലേക്ക് പോയപ്പോൾ ഉപേന്ദ്ര കത്തിയെടുത്ത് ഡാഡിയെ കുത്താൻ വരും. ഡാഡി പെട്ടെന്ന് വാതിലടച്ചു. പിറ്റേ ദിവസം തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേരെ കൊണ്ടുപോയി ഷോക്കടിപ്പിച്ചു. പെട്ടെന്നാണ് മറ്റൊരു ടെസ്റ്റ്. പുറകിൽ മറ്റൊരു ഉപേന്ദ്ര നിൽക്കും. ശരിക്കും ആ ഒരു ഉപേന്ദ്രയായിരുന്നു ഇതെല്ലാം ചെയ്തത്. അതൊരു അന്യൻ ഉപേന്ദ്രയാണ്. പക്ഷെ ഷോക്ക് അടിപ്പിക്കുന്നത് അമ്പി ഉപേന്ദ്രയും. ഈ ഒരു അന്യൻ ഉപേന്ദ്രയ്ക്ക് അമ്മയും അപ്പൂപ്പനും ഉണ്ട്. അമ്മയുടെ മാനസിക നില അല്പം തകരാറിലാണ്. അന്യൻ ഉപേന്ദ്രയ്ക്ക് അമ്മയെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഉപേന്ദ്ര അപ്പൂപ്പനെ പിടിച്ച് ചവിട്ടുന്നുണ്ട്. ഇതെന്തുകൊണ്ടെന്നാൽ ഉപേന്ദ്ര വന്നപ്പോൾ കണ്ടത് അമ്മ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്നതാണ്. ഓർമ്മയില്ലാതെ പോയത്.
അപ്പൂപ്പനെ പിടിച്ച് ചവിട്ടും. നിനക്ക് എന്തിനാടാ ഞാൻ ശമ്പളം തരുന്നത്? കുപ്പി മേടിച്ചു തരുന്നു, തിന്നാൻ തരുന്നു, അമ്മയെ നോക്കണ്ടെന്ന് പറയുന്നു. അപ്പോൾ അപ്പൂപ്പൻ പറയുന്നു, നീ എവിടെയായിരുന്നു? നീ കൊടുക്കാതെ അമ്മ ഫുഡ് കഴിക്കില്ല എന്നറിയില്ലേ? പെട്ടെന്ന് ഉപേന്ദ്ര ടെൻഷനായി അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നു. പിന്നീട് ഒരു പാട്ട് കാണിക്കുന്നു. ഈ ഒരു പാട്ടിൽ കാണിക്കുന്നുണ്ട് ചെറുപ്പം മുതലേ അമ്മയെ വളരെ കഷ്ടപ്പെട്ട് അന്യൻ ഉപേന്ദ്രയാണ് നോക്കിയത്. പിന്നീട് ഉപേന്ദ്ര പറയുന്നു, അമ്മയെ ഈ ഒരു അവസ്ഥയിലാക്കിയവന് ഞാൻ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. അപ്പൂപ്പനോട് പറയുന്നു, ഞാൻ ഫേസ് കട്ട് വെച്ച് ഡാഡിയെ കണ്ടുപിടിച്ചു, അവന്റെ മകനെ ഞാൻ ഭ്രാന്തനാക്കിയെന്ന്. അപ്പൂപ്പൻ പറയുന്നു, നീയോ ഒരു ഭ്രാന്തൻ, നീ അവനെയും ഭ്രാന്തനാക്കിയോ? മിണ്ടാതിരിക്കടോ കളവ, അല്ലെങ്കിൽ പൊക്കിയെടുത്ത് കിണറ്റിലെറിയോ? അന്യൻ ഉപേന്ദ്ര പറയും. പിന്നീട് അമ്പി ഉപേന്ദ്രയെ കാണിക്കുന്നു. ഉപേന്ദ്രയുടെ ഗേൾഫ്രണ്ട് ഭ്രാന്തനാണെന്നറിഞ്ഞിട്ടും ഉപേന്ദ്രയെ വിട്ട് പോയിട്ടില്ല. കാരണം താൻ മോശമാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയപ്പോഴും ഉപേന്ദ്രയ്ക്ക് ട്രൂ ലവ് ആയിരുന്നു. അങ്ങനെ അന്യൻ ഉപേന്ദ്ര ഇവിടേക്ക് വരുന്നു. അമ്പി ഉപേന്ദ്രയെ ബോധം കെടുത്തി ഡ്രസ്സെല്ലാം ഊരിയെടുത്ത് അന്യൻ ഉപേന്ദ്ര ഇട്ട് വീട്ടിൽ പോകും. വീടിന്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അമ്പിയായി അഭിനയിക്കുന്നു. ഞാൻ ഇനി ഹോസ്പിറ്റലിലേക്കില്ല, അവരെനിക്ക് ഷോക്ക് തന്നു, എനിക്ക് ഡാഡിയെ കാണണം, സോറി പറയണമെന്ന് പറയുന്നു. ഡാഡിയുടെ റൂമിലെത്തിയപ്പോൾ വീണ്ടും അന്യനായി. അങ്ങനെ കുത്താൻ പോയപ്പോൾ ഡാഡി ഉപേന്ദ്ര അത് തടഞ്ഞു. എന്നിട്ട് ഒരു പഞ്ച് ചെയ്തു. എന്റെ മകൻ എന്നെ വിളിച്ചിരുന്നു, നീ ആരാന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡാഡിയുടെ വടി താഴെ പോയി. പോണ കളവാന്ന് പറഞ്ഞു അന്യൻ ഉപേന്ദ്ര ചിരിക്കുന്നു. ഞാൻ കാലനാട കളവാന്ന് പറഞ്ഞു ഒരു ലാമ്പൂരി എടുത്ത് തലക്കടിക്കാൻ പോകും. പെട്ടെന്ന് ഉപേന്ദ്രയുടെ ഡാഡി കാലെല്ലാം കറക്കും, എന്നിട്ട് എണീറ്റ് നിൽക്കും. പിന്നീട് വലിയൊരു ഫൈറ്റ്. ഡാഡി ആ ഒരു കാല് വെച്ച് ബ്രൂസിലി ചവിട്ടുന്ന പോലെ ചവിട്ടുന്നുണ്ട്. പെട്ടെന്ന് അമ്പി ഉപേന്ദ്ര വന്നു. അന്യൻ ഉപേന്ദ്ര പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. അമ്പി ഉപേന്ദ്ര ആകെ ഷോക്കായി. ഡാഡി എഴുന്നേറ്റ് നിൽക്കുന്നു. തന്റെ ഫേസ് കട്ടുള്ള മറ്റൊരുത്തൻ. അങ്ങനെ മൊത്തത്തിൽ ഡൗട്ടായി. ഡാഡി ഉപേന്ദ്രയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഡാഡി ഉപേന്ദ്ര പറയുന്നു, അവനാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എല്ലാ കാര്യവും പറയാം. ഇത്രയും നാൾ പറഞ്ഞിരുന്നത് ഒരു ആക്സിഡന്റ് പറ്റി, അങ്ങനെ എന്റെ കാല് പോയി, അമ്മയും മരണപ്പെട്ടു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പണ്ട് ഉപേന്ദ്രയുടെ ഡാഡി ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. ഡാഡിയുടെ മാനറിസം എല്ലാം ചെറിയ രീതിയിൽ ഒരു ഫെമിനിൻ ടച്ച് ഉണ്ട്. അങ്ങനെ കല്യാണമായി. ഉപേന്ദ്രയെ കല്യാണം കഴിക്കാൻ പോകുന്ന ദിവ്യ എന്ന ക്യാരക്ടർ ഉപേന്ദ്ര ഇതുവരെ കണ്ടിട്ടില്ല. അമ്മമാർ തമ്മിലായിരുന്നു ഈ കല്യാണം എല്ലാം ഉറപ്പിച്ചത്. ഉപേന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് കല്യാണം വേണ്ട, ചിലപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഉപേന്ദ്രയുടെ മമ്മി പറഞ്ഞു, ഇങ്ങനെ ഡാൻസ് കളിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഫെമിനിൻ സ്റ്റൈൽ ഉണ്ടായെന്ന് വരെ, ഇതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ കല്യാണത്തിന്റെ ഡേ ആയി. ഉപേന്ദ്രയെ കണ്ടപ്പോൾ പെണ്ണും പെണ്ണിന്റെ ഫ്രണ്ട്സും ട്രാൻസ്ജെൻഡർ ആണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ വലിയ പ്രശ്നമായി. ഇതുപോലെ ഒരുത്തന്നെ എനിക്ക് വേണ്ടാന്ന് പെണ്ണ് പറഞ്ഞു. അങ്ങനെ കല്യാണം മുടങ്ങി. ഈ ഒരു ഷോക്കിൽ ഉപേന്ദ്രയുടെ അമ്മ മരിച്ചുപോയി. ആ ഒരു ഷോക്കിൽ ഉപേന്ദ്ര ഒരു അന്യൻ ഉപേന്ദ്രയായി ആ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തു. പിന്നീട് ഉപേന്ദ്രയ്ക്ക് കുറ്റബോധം തോന്നി. പിന്നീട് അവർ പ്രഗ്നന്റ് ആവുന്നു. ഡെലിവറി ദിവസം ഉപേന്ദ്രയുടെ ഡാഡി വന്നു, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു. അമ്പി ഉപേന്ദ്രയെ വന്ന് നാട് വിട്ടുപോയി. ഇതായിരുന്നു ഫ്ലാഷ് ബാക്ക്. പിന്നീട് അന്യൻ ഉപേന്ദ്രയെ കാണിക്കുന്നു. അപ്പൂപ്പൻ പറഞ്ഞു, നിന്റെ എല്ലാ കാര്യവും ഞാൻ പോലീസിനോട് പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് അപ്പൂപ്പൻ ചത്ത് കിടക്കുന്നതാണ്. അങ്ങനെ അമ്പി ഉപേന്ദ്രയുടെ കല്യാണമായി. ഡാഡി പറയുന്നു, നീ എന്റെ ബ്ലെസ്സിങ് അല്ല മമ്മിയുടേതാണ് വാങ്ങേണ്ടതെന്ന് പറഞ്ഞു മമ്മിയെ കാണിച്ചു കൊടുക്കുന്നു. ഡാഡി എങ്ങനെയോ മമ്മിയെ ഇവിടേക്ക് കൊണ്ടുപോകും. അന്യൻ ഉപേന്ദ്ര ഒരു പോലീസിന്റെ ഡ്രസ് ഇട്ട് ഇവിടേക്ക് ചാടിയിട്ടുണ്ട്. അങ്ങനെ അന്യൻ ഉപേന്ദ്രയും ഡാഡി ഉപേന്ദ്രയും തമ്മിൽ ഫൈറ്റ് ആവും. പെട്ടെന്ന് മമ്മി വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നു. എന്തിനാണ് ഇവനെ രക്ഷിക്കുന്നത്? ഇവൻ കാരണമല്ലേ മമ്മി ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു ഉപേന്ദ്ര ചീത്ത പറയുന്നുണ്ട്. ഡാഡി ഒരു തോക്ക് ചൂണ്ടി എല്ലാരെയും പുറത്തേക്ക് വിട്ടു. പിന്നീട് വലിയൊരു ഫൈറ്റ്. നീ എന്റെ മമ്മിയെ ഒരു ഭ്രാന്തിയാക്കി, അതുകൊണ്ടാണ് കൊല്ലാൻ വന്നതെന്ന് പറയും. പെട്ടെന്ന് ഉപേന്ദ്രയുടെ മമ്മിയുടെ മമ്മി, അതായത് അമ്മുമ്മ വരും. എന്നിട്ട് പറയുന്നു, മമ്മി ഇങ്ങനെ ആയതിന്റെ കാരണം നീയാണ്. പിന്നീട് ഫ്ലാഷ് ബാക്ക് പറയും. അമ്പി ഉപേന്ദ്ര ജനിച്ചു കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു ഉപേന്ദ്ര കൂടി വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടെന്ന്. അങ്ങനെ അന്യൻ ഉപേന്ദ്ര ഉണ്ടായി. ഒരു ദിവസം അന്യൻ ഉപേന്ദ്ര റോട്ടിലേക്ക് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു ട്രക്ക് വന്നു. അന്യൻ ഉപേന്ദ്രയെ ഇടിച്ചിരുന്നില്ല, ജസ്റ്റ് മിസ്സായിരുന്നു. പക്ഷെ മമ്മിക്ക് ഒരു ഷോക്കായി. അങ്ങനെയാണ് ഇങ്ങനെയത്. പെട്ടെന്ന് പോലീസ് വന്നു അന്യൻ ഉപേന്ദ്രയെ ഷൂട്ട് ചെയ്തു. ഡാഡി വന്നു തടഞ്ഞു. അങ്ങനെ ഡാഡിക്ക് വെടികൊണ്ടു. അന്യൻ ഉപേന്ദ്ര സോറി പറയുന്നു, എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറഞ്ഞു. ഡാഡി മരിച്ചു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അമ്മ ഫുഡ് കഴിക്കുന്നില്ല. അന്യൻ ഉപേന്ദ്ര വീട്ടിലില്ല. അപ്പോൾ അമ്പി ഉപേന്ദ്ര അന്യനായി ഗെറ്റപ്പ് ചെയ്തു അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നു. അങ്ങനെ പടം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ അജിത്ത് നായകനായ വരലാറ് സിനിമയുടെ റീമേക്കാണ്. ഈ ഒരു സിനിമ ഓക്കെ ആണെങ്കിലും ഒറിജിനൽ ആണ് മികച്ചത്.